നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെങ്ങനെയാ സത്യയോട് വിഷ്ണുവേട്ടന്റെ അത്രയും പൊക്കം വരുമെന്ന് പറയുന്നത്? അവർക്ക് വല്ല സംശയം തോന്നിയല്ലോ. അമ്മേ, എന്റെ വിഷ്ണു അച്ഛൻ എത്രയും പൊക്കം വരുമോ? മോളും വിഷ്ണു അച്ഛനെന്നാണ് വിളിക്കുന്നത്? പിന്നെ അല്ലാതെ, എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഓടി ജയിച്ച ആളല്ലേ. അപ്പൊ ഞാനും അങ്ങനെയല്ലേ വിളിക്കേണ്ടത്? അമ്മേ, വിഷ്ണു അച്ഛന് എത്രയും പൊക്കം വരുമോ? വരുമെങ്കിൽ വിഷ്ണു അച്ഛനെ വിളിച്ച് ചോദിക്കാനാ എത്ര പൊക്കം ഉണ്ടെന്ന്. എന്നിട്ട് അതങ്ങ് എഴുതിയാ പോരെ? അമ്മ ഫോണിങ്ങന്നേ, ഞാൻ വിളിച്ച് ചോദിക്കാം. ഏയ്, അതൊന്നും വേണ്ട. ഒരു 160 സെന്റിമീറ്റർ. അപ്പൊ കളറോ? പറയമ്മേ, കളറോ? എന്റെ സത്യം, നീ ഒന്ന് ചുമ്മാതിരിക്കെ. ഏകദേശ രൂപം മനസ്സ് കണ്ട് നീ അങ്ങ് എഴുത. അല്ലാതെ ഞാനിപ്പോ എന്ത് പറയാനാ? അപ്പ അച്ഛനും അമ്മയും കണ്ടിട്ടില്ലേ? ഞാൻ ചോദിച്ച അമ്മ കേട്ടില്ലേ? അച്ഛനും അമ്മയും കണ്ടിട്ടില്ലേ എന്ന്. ഈശ്വര, ഇവള് ചോദിക്കുന്നതിന് ഞാൻ എങ്ങനെയാ മറുപടി പറയാ? അറിയില്ലെന്ന് പറഞ്ഞു ഒഴിയാനും പറ്റില്ലല്ലോ. പറയമ്മേ, എനിക്കിത് നാളെ ടീച്ചറിനെ കാണിക്കാനുള്ളതാ. മോളെ, അച്ഛൻ ജോലിക്കായി പോയതിനു ശേഷം അമ്മയും കുറെ നാളായിട്ട് അച്ഛനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാ പറയാൻ ബുദ്ധിമുട്ടാ. എന്നാ അമ്മ കാണുമ്പോ അച്ഛൻ എങ്ങനെ ഇരുന്നത്? ഞാൻ കണ്ടിട്ടുള്ള ആരെങ്കിലും പോലെയാണോ? ഇപ്പൊ ഞാൻ ആരെ പറയാ? വിഷ്ണു അച്ഛനെ പോലെയാണോ? പൊക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മ പറഞ്ഞില്ലേ വിഷ്ണു അച്ഛന് അത്രയും പൊക്കം കാണുമെന്ന്. രൂപം അങ്ങനെയാണെങ്കി ഞാൻ വിഷ്ണു അച്ഛനെ കണ്ടെങ്കിൽ എഴുതിക്കോളാം. എന്താ, എഴുതിക്കോട്ടെ? അച്ഛന് എന്നെ വളരെ ഇഷ്ടമാണ്. അച്ഛനും ഞാനും കൂട്ടുകാരെ പോലെയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ അച്ഛൻ സാധിച്ചു തരും. ഞാൻ എന്റെ അച്ഛനെ വിളിക്കുന്ന ബിഗ് ഫ്രണ്ട് എന്നാണ്. ഇത്രയും പോരെ അമ്മേ? അയ്യോ, അത് വേണ്ട. അങ്ങനെ ഞാൻ വിളിക്കുന്നത് വിഷ്ണു അച്ഛനെ അല്ലേ, അച്ഛനെ അല്ലല്ലോ. എന്റെ അച്ഛന് എന്നെ വളരെ ഇഷ്ടമാണ്. അച്ഛനും ഞാനും കൂട്ടുകാരെ പോലെയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.